അപ്പോൾ നമുക്കിന്നൊരു പൈനാപ്പിൾ മോര് കറി ഉണ്ടാക്കിയാലോ. പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇടണം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പിടാം. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ഇടണം. പച്ചമുളക് നമുക്ക് കീറി ഇടാം അതിനായിട്ട്. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്തോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങ, ചുവന്നുള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി. ജീരകം ഇഷ്ടമുള്ളവർക്ക് ഇടാം. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത കാരണം ഞാനത് ഇട്ടിട്ടില്ല. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഈ പരുവത്തിൽ അരച്ചെടുക്കാം. നേരത്തെ നമ്മൾ അടുപ്പത്തോട്ട് വെച്ച പൈനാപ്പിൾ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അരപ്പ് മാറ്റി വെച്ചല്ലോ, ആ അരപ്പ് അതിനകത്തേക്ക് ഇട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അത് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടത് കുറച്ച് കുറഞ്ഞു പോയി, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കുള്ള മോര് റെഡിയാക്കണ്ടേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നല്ല കട്ട തൈരാണ്. അപ്പോൾ ഞാനത് ആ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് ആ പച്ചമണം എല്ലാം മാറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ച തൈര് ഇതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഗ്യാസിൻ്റെ തീ സിം ചെയ്ത് വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട്. ഈ കറി ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല മോരൊഴിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതങ്ങ് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലൊരു ഇച്ചിരി പഞ്ചസാര കൂടുതലിട്ടുണ്ട്. കാരണം ആ തൈര് നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടുതലിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മോര് കറി നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറുത്തിടാനുള്ള ഉലുവ, അതുപോലെ തന്നെ കടുക്, പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെക്കാം. വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുക് ഇടണം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഉലുവിട്ട് കൊടുക്കണം. ഉലുവി ഒന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില, അതുപോലെ തന്നെ വറ്റൽമുളക്, ഇവ രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് ആയി കഴിയുമ്പോൾ, അതായത് ഈ മുളകൊക്കെ ഒരു തരം ബ്രൗൺ പോലത്തെ കളർ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കറിയിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മോര് കറി നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമായിട്ട് ഈ കറി ഉണ്ടാക്കാനായിട്ട്, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്